രാജിവെച്ചില്ല എല്ലാവരും. എന്നോട് ചോദിച്ച എല്ലാ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞത്, പ്രശാന്ത് ശിവനെ ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രസിഡന്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് ശിവൻ ബിജെപിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാവും. അദ്ദേഹം ജില്ലാ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റു. ഇന്ന് 5 ദിവസമായി. നിങ്ങൾ പറഞ്ഞ ഒരാളും രാജിവെച്ചില്ല. നേരത്തെ സന്ദീപ് വാര്യർ പോകുന്ന സമയത്തും നിരവധി കൌൺസിലർമാർ പോകും പറഞ്ഞു, നിരവധി ആളുകൾ പോകുമെന്ന് പറഞ്ഞു. ഒരാളും ഞങ്ങളുടെ ഇന്ന് പോയില്ല, ഒരു കൌൺസിലറും രാജിവെച്ചില്ല. ഈ 9 കൌൺസിലർമാർ പറയുന്നുണ്ടായിരുന്നു, 7 കൌൺസിലർമാരും ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു, 6 മണ്ഡലം പ്രസിഡന്റുമാരെന്ന് പറഞ്ഞു. ഒരു സാധാരണ പ്രവർത്തകൻ പോലും രാജിവെച്ചില്ല. മറിച്ച് വലിയൊരു ആവേശം പാലക്കാട് ജില്ലയിൽ ഒരു യുവ നേതാവിനെ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനായി കൊണ്ടുവന്നതിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു ചെറുപ്പക്കാരന് ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവി കൊടുത്തത് വഴി വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 4 വനിതകളെ ജില്ലാ അധ്യക്ഷയാക്കിയിട്ടുണ്ട്. 3 ക്രിസ്ത്യൻ വിഭാഗത്തിൽ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ട് വന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഞങ്ങൾ ജയിച്ച ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന തൃശൂർ ജില്ലയിൽ ജില്ലാ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പേരൊന്നും ഈ അഭിപ്രായം പറഞ്ഞതിലൊന്നും വരാത്ത പേരുകളാണ്. 4 വനിതകളുടെ പേരുകൾ വന്നിട്ടില്ല. അപ്പോ ബിജെപിയില് തലയെണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. അയാളുടെ കഴിവും അവരുടെ പ്രാപ്തിയും അവരുടെ സംഘടനാ രംഗത്തുള്ള മികവും കഴിഞ്ഞകാല അവരുടെ പ്രവർത്തനവും അവരുടെ പാരമ്പര്യവും എല്ലാം, സംഘടനാ പാരമ്പര്യമൊക്കെ നോക്കിയിട്ടാണ്. ചായ കുടിക്കാനായിട്ട് നിങ്ങൾ കഴിഞ്ഞ ജില്ലാ സഭമായ ദിവസം ഞങ്ങൾ കുറച്ച് ആളുകൾ ഗസാല ഹോട്ടലിൽ അവിടെ ചായ കുടിക്കാൻ കൂടിയപ്പോ എല്ലാവരും കൂടി അവിടെ വന്നു. അതുപോലെ ചായ കുടിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ എവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപടിയെടുക്കാൻ പറ്റുമോ? നല്ല പാലക്കാട് നഗരത്തിൽ നല്ല ഹോട്ടലില്ലാത്തതുകൊണ്ട് യാക്കരിയിൽ പോയി നല്ല റിസോർട്ടിൽ പോയി ചായ കുടിച്ചു. അതിനെന്താ തെറ്റ്? ഇപ്പൊ ഞാനൊക്കെ അധികം യാത്രയാണ്. അപ്പൊ എല്ലാവരും ഒന്നിച്ച് കാണണമെങ്കിൽ എങ്ങനെ ഒന്നിച്ചിരുന്ന് കാണുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് ചായ കുടിക്കാറുണ്ട്. അല്ല, ബിജെപിയിലത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ സംഘടന ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കും. തീരുമാനത്തിന്റെ അതുവരെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പറയും. തീരുമാനം എടുത്താൽ ഇപ്പോൾ പ്രശാന്ത് ശിവൻ പ്രസിഡന്റാണ്. പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഈസ്റ്റിലത്തെ മുഴുവൻ ആളുകളും, അത് ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ തൊട്ട് ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകർ വരെ പ്രശാന്ത് ശിവന്റെ പിന്നിൽ അണിനിരക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റിന്റെ ഇത് വന്ന ശേഷമേ ഉണ്ടാവുള്ളൂ. സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടി അനൗൺസ് ചെയ്ത ശേഷമാണ് ഈ ബാക്കിയുള്ള ഭാരവാഹികളുടെ